ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ 13-ാം ആഴ്ചയെ ബന്ധപ്പെട്ടുള്ള എവിക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊമോയിൽ ആദ്യം തന്നെ ലാലേട്ടൻ അനീഷിനെയും ഷാനവാസിനെയും അക്ബറിനെയൊക്കെ സേവ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എന്തായാലും ഈ പറയുന്ന ഫിനാലെ വീക്കിലേക്ക് സെലക്ട് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അടുത്തതായിട്ട് 3 പേരെയാണ് ലാലേട്ടൻ എവിക്ഷൻ്റെ ഭാഗമായിട്ട് മാറ്റിവെക്കുന്നത്. 1 ആദില, 2 നെവിൻ, 3 നമ്മുടെ സാബുമാൻ ആണ്. ഇവരെ 3 പേരെയും ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് ആക്കിയിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ആവുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ പോകുന്നത് 2 പേരായിരിക്കും. ഒരാൾ എവിക്ഷന്റെ ഭാഗമായിട്ട് പുറത്താകുമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റന്റ് ആരായിരിക്കും? ഒന്ന് നമുക്ക് ആദിലയെ പറയാം. ആദിലയുടെ കേസിൽ ആദില പുറത്താകാനായിട്ട് ഞാൻ സാധ്യത കാണുന്നില്ല. അതിൻ്റെ ഒരു കാര്യം, ആദിലയും നൂറയും ഒന്നിച്ച് നോമിനേഷൻ ലിസ്റ്റിൽ വന്നപ്പോഴും ആദില സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ പോരാത്തതിന് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടി നൂറ നേരിട്ട് ഫിനാലെ വേദിയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ആദിലക്ക് കൃത്യമായിട്ട് നൂറയുടെ സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദിലയും ഫിനാലെ വേദിയിലേക്ക് ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് ഈ പറയുന്ന നെവിനും സാബുമാനുമാണുള്ളത്. ഇപ്പം നെവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിന് മുമ്പത്തെ വീക്കിൽ നമ്മുടെ ഷാനവാസിനോടും അനുമോളോടൊക്കെ ഈ പറയുന്ന നെവിൻ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള പല പല കാര്യങ്ങളാണ്. എന്നിട്ട് പോലും ആ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് ഇതിന് മുന്നത്തെ വീക്കിലും ഈ പറയുന്ന നെവിൻ സേവ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വീക്കിലും നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും സാധ്യത കൊടുക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഏറ്റവും അധികം സാധ്യത ഞാൻ പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സാബുമാൻ. സാബുമാൻ്റെ കേസിൽ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടന്റ് കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടസ്റ്റൻ്റാണ്. എന്തുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് സാബുമാൻ ഇത്രയും നാൾ ബിഗ് ബോസ് ഹൗസിൽ സർവൈവ് ചെയ്തത്. പക്ഷേ ഇനിയും ഈ പറയുന്ന ഫിനാലെ അടുക്കുന്ന സമയത്ത് ഇനിയും അത്തരത്തിലുള്ള വീക്കായിട്ടുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് ജനങ്ങൾ താല്പര്യപ്പെടുമോ എന്നറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന 3 പേരുകളിൽ നെവിൻ, ആദില, സാബുമാൻ, ഈ പറയുന്ന 3 വ്യക്തികളിൽ നിന്നും ഏറ്റവും അധികം പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി സാബുമാൻ തന്നെ ആയിരിക്കും. മറ്റൊന്ന് നമ്മുടെ നെവിൻ ആയിരിക്കും. ആദിലയുടെ കേസിൽ ആദില സേവ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഫിനാലെ വേദിയിലേക്ക് സെലക്ട് ആവാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്